വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ സർക്കാരിന്റെ നിലനിൽപ്പും പ്രതിസന്ധിയിൽ. സ്ത്രീയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് നമുക്കൊപ്പമുള്ള അതിഥി പ്രിയദർശിനി ആർ മേനോനാണ്. 2016 മിസ്സസ് ഇന്ത്യയാണ്. വിവാഹത്തോടെ കുടുംബത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നവർക്കായി തനിക്ക് പലതും ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു പിന്നീടുള്ള പ്രിയദർശിനിയുടെ പ്രവർത്തനം. മിസ്സസ് കേരള മത്സരം കേരളത്തിൽ ആദ്യമായി ഓർഗനൈസ് ചെയ്തു. അതിലൂടെയായിരുന്നു തുടക്കം. ഒപ്പം പെൺകുട്ടികൾക്കും വിവാഹം കഴിഞ്ഞവർക്കുമായി പിന്നീട് നിരവധി പ്രോജക്റ്റുകൾ ചെയ്യുന്നു. ഗ്രൂമിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിനേക്കാളൊക്കെ ഉപരിയായി കേരളത്തിലെ ഏക വനിതാ ഇവന്റ് ക്യൂറേറ്റർ എന്ന ഒരു പദവി കൂടി ഇപ്പോൾ അവർക്ക് സ്വന്തമാണ്. ഒരു ന്യൂട്രീഷനിസ്റ്റ് കൂടിയാണ് പ്രിയദർശിനി ആർ മേനോൻ. സ്വാഗതം പ്രിയദർശിനി 24 സ്ത്രീയിലേക്ക്. ഹലോ. മിസ്സസ് ഇന്ത്യ, സാധാരണയായി നമ്മൾ മിസ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലാമർ എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. ഈ മിസ്സസ് ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് പോയത്? 2016 മിസ്സസ് ഇന്ത്യ ആകാനൊക്കെ ഉണ്ടായ ആ ഒരു സാഹചര്യം, അതിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ റൗണ്ടുകൾ, വിവിധ റൗണ്ടുകൾ? ഈ മിസ് ഇന്ത്യയൊക്കെ നമ്മളിങ്ങനെ കേട്ട് വായിച്ചൊക്കെയുള്ള പരിചയമാണുള്ളത്. അപ്പോൾ അതുമായൊക്കെ സാമ്യമുണ്ടോ ഈ മിസ്സസ് ഇന്ത്യക്ക്? സിമിലർ തന്നെയാണ്. ഇത് ഓൺലി ഒരു ചെറിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മാരീഡ് ആണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി അതിൽ വരുന്ന ഒരു മേജർ വ്യത്യാസം എന്ന് പറയുന്നത് ഏജാണ്. കാരണം ഇപ്പോൾ നോർമലി ഒരു മിസ് ഇന്ത്യ അല്ലെങ്കിൽ ഒരു മിസ് കാറ്റഗറിയിലുള്ള ഒരു ബ്യൂട്ടി പേജൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു 23 വയസ്സ് വരെ അല്ലെങ്കിൽ മാക്സിമം ഒരു 24 വയസ്സ് വരെയാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓർഗനൈസേഴ്സ് ഉണ്ടാവുള്ളൂ. അതേസമയം ഒരു മിസ്സസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ മാരിഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിലിപ്പോൾ നമുക്ക് ഒരു മാക്സിമം ഒരു 40 ഏജ് വരെ ഉള്ളവരാണ് മിസ്സസ് ഇന്ത്യയിലേക്ക് പോകുന്നത് ആഫ്റ്റർ മാരേജ്. ദാറ്റ് ഈസ് ഒരു 21 മുതൽ 40 വരെ. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ഒരു പോയിൻറ്റ്സ്. ബിക്കോസ് മിസ് ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മാരേജിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഉള്ളൊരു പേജൻറ്റിന് എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ അത്രയ്ക്ക് ഗ്രൂംഡ് ആയിരുന്നില്ല. പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റപ്പാലം എന്ന് പറയുന്ന പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ, എൻ്റെ വീട് ഒറ്റപ്പാലത്തുള്ള ഒരു വളരെ ചെറിയൊരു ഗ്രാമം, പത്തംകുളം എന്നാണ് എൻ്റെ നാടിൻ്റെ പേര്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ദോ ഞാനൊരു ഡിഫൻസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ്. അങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയാണ്. സോ അവിടെ നിന്ന് എനിക്ക് ഉണ്ട്, ആ നാട്ടിൻ്റെ ഒരു ടച്ച് ഉണ്ട് എന്നല്ലാതെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫോർവേഡ് രീതിയിലോ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് അല്ലെങ്കിൽ ഒരു പേജൻറ്റ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് ആ നാട് എത്തിയിട്ടില്ല. അത് മേ ബി ആ നാടിൻ്റെ ഒരു ബ്യൂട്ടി ആയിരിക്കാം. അതുകൊണ്ട് എനിക്ക് മാരേജ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയത്. ഞാൻ എൻ്റെ അവിടെ നിന്ന് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് പോന്നു. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി, കൊച്ചിയിൽ വന്നു. അപ്പോൾ എനിക്കും എല്ലാ സ്ത്രീകളും ഒരു വീട്ടമ്മ എന്നുള്ളൊരു രീതിയിൽ എല്ലാവർക്കും തോന്നുന്ന പോലെ എനിക്കും ഒരു ദിവസം തോന്നി എന്തുകൊണ്ടായിക്കൂടാ. സോ എനിക്ക് ആ സമയത്ത് ഗ്രൂം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വയം യൂട്യൂബും ബുക്സ് വായിച്ചിട്ടും മാഗസീൻസ് റെഫർ ചെയ്തിട്ടുമാണ് ഞാൻ എന്നെ സ്വയം ഗ്രൂം ചെയ്തെടുത്തത്. അങ്ങനെയാണ് ഈ പറയുന്ന ന്യൂട്രീഷനിസ്റ്റ് എന്നുള്ളൊരു പ്രൊഫൈലിലേക്ക് പോലും ഞാൻ എത്തിയതിൻ്റെ മേജർ റീസൺ എൻ്റേതായ രീതിയിൽ എങ്ങനെ എനിക്ക് എന്നെ ഫിറ്റ്നസ് അല്ലെങ്കിൽ എങ്ങനെ ഹെൽത്തിയാക്കി വെക്കാം. സോ പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ എല്ലാവരും ആലോചിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, ഇപ്പോൾ എങ്ങനെയാണ് ഈ പഴയ ഫോട്ടോഗ്രാഫ്സ് പോലെ അല്ലല്ലോ. അതുമുണ്ട്. നമ്മളെപ്പോഴും എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൽ, നമ്മൾ എല്ലാ സമയവും ഒരുപോലെ ഇരിക്കില്ല. എല്ലാവർക്കും ചെറിയ ചെറിയ പല പല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ് ആൻഡ് വി ആർ ഹ്യൂമൻ ബീയിങ്സ്. ആ ഒരു രീതിയിൽ ഞാൻ അതിനെ എടുത്തിട്ടുള്ളൂ. സോ കമ്മിങ് ബാക്ക് ടു പേജൻറ്റ് യാത്ര, അങ്ങനെ ഞാൻ മിസ്സസ് ഇന്ത്യക്ക് അപ്ലൈ ചെയ്തു. ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തു. അവരുടെ ആദ്യത്തെ റൗണ്ട്സ് ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെ അവരാദ്യം, കാരണം ഞാൻ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമായിരുന്നു ആ സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇവൻറ്റ് ചെന്നൈയിലായിരുന്നു. അതിനുള്ള ഗ്രൂമിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കൊരു ലിസ്റ്റായിട്ട് അയച്ചു തരുമായിരുന്നു ചെയ്തിരുന്നത്. നമ്മളിവിടുന്ന് നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അതേസമയം എനിക്ക് എത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ വളരെ എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബൊക്കെ നോക്കി എല്ലാം ബാഗൊക്കെ പാക്ക് ചെയ്തു. ഡ്രസ്സ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ ഹെൽപ്പ് ചെയ്തു ഇതിൻ്റെ ഡ്രസ്സ്. ഈ മത്സരത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെയൊക്കെ കണ്ടപ്പോൾ ആകെ ഒരു എന്താ പറയുക സർപ്രൈസും അതുപോലെ തന്നെ ഇത് എങ്ങനെയായിരിക്കും ഒരു ആശങ്ക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വളരെ കേരളത്തിൽ നിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണോ? അതെ, മലയാളി ഒരാളും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ റിപ്രസെൻറ്റിങ് തമിഴ്നാടു.
അവർ സെറ്റിൽ തമിഴ്നാട്ടിലായിരുന്നു. ലക്ഷ്മി എന്നാണ് അവളുടെ പേര്. സോ ഞാനും ലക്ഷ്മിയായിരുന്നു മലയാളി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ബ്യൂട്ടിഫുൾ ജേർണി. അവിടെ പോയപ്പോൾ ഞാൻ കാണുന്നത് 36 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള 36 സ്ത്രീകളായിരുന്നു. ഞങ്ങൾ ടോട്ടൽ 36 പേരായിരുന്നു അതിലുണ്ടായിരുന്നത്. 36 പേരും ഡിഫറെൻ്റ് ആയിരുന്നു, വളരെ നല്ല ഗ്രൂംഡ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് പേടിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് കോൺഫിഡൻസ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി. ആ 3 ദിവസം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ എന്നെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആൾക്കാരായിട്ട് ഇടപഴകണം, അതൊക്കെ എനിക്ക് ഒരുപാട് നന്നായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഒരു ട്രെയിനിങ്ങിനൊക്കെ ശേഷമാണ് ഇതിന്റെ മത്സര വേദിയിലേക്ക് കടക്കുന്നത് അല്ലേ? അതെ അതെ. മൂന്ന് ദിവസത്തെ നമുക്ക് ഗ്രൂമിംഗ് ഉണ്ട്. ആ 3 ദിവസത്തിൽ കാരണം ബാക്കിയുള്ള ഇപ്പോൾ മിസ് പേജൻറ്റ് നേരത്തെ കൂട്ടി പറഞ്ഞ പോലെ മിസ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ഒരു മാസത്തെ ലോങ് ജേർണിയാണ്. ആ സമയം ഒരു വിവാഹിതയായ ഒരു സ്ത്രീക്ക് വീട്ടിലുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അമ്മയാണ്, ഭാര്യയാണ്, ജോലിയുണ്ട്. അപ്പോൾ നമുക്ക് അധികം ദിവസം എടുക്കാൻ പറ്റില്ല. പക്ഷെ അവർ ഒരു മാസത്തിൽ പഠിക്കുന്നതാണ് നമ്മൾ സ്ത്രീകൾ വെറും 3 ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്നത്. അതിൽ ഒരുപാട് നല്ല മൂമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഞാൻ പറയുകയെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 3 ദിവസം കംപ്ലീറ്റ്ലി ഫ്രീ ഫോട്ടോഗ്രാഫി, നല്ല ഡ്രസ്സ് ഇടുന്നു, നമ്മൾ തന്നെ നമ്മളെ നന്നായി കാണുന്നു, നമ്മൾ തന്നെ നമ്മളെ ആസ്വദിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക്കലി നമ്മളൊരു വളരെ സന്തോഷമായി പോകുന്നൊരു ടൈമായിരുന്നു ആ 3 ദിവസം. അപ്പോൾ അതിനുശേഷം ഈ നമ്മളിപ്പം മിസ് ഇന്ത്യയുടെയും ഒക്കെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഫിനാലെ റൗണ്ടിലൊക്കെ നമുക്ക് പോലും വലിയ ടെൻഷൻ ഉണ്ടാവും. അത്തരത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലേ? ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നവർ ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയുന്നു എന്നതൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ് ഏറ്റവും ഒടുവിലൊക്കെ അതിൻ്റെ മത്സരഫലം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതേ പാറ്റേൺ തന്നെയായിരുന്നു മിസ്സസ് ഇന്ത്യയുടേതും? സെയിം പാറ്റേൺ ആണ്. നമുക്ക് 3 റൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യം നമ്മുടെ സ്റ്റേറ്റ് റൗണ്ട്, ദാറ്റ് ഇസ് ട്രഡീഷണൽ റൗണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ഇൻക്ലൂഡിങ് നമുക്ക് ബീച്ച് വെയർ റൗണ്ട് ഉണ്ടായിരുന്നു. അതിലാണ് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് ഈവനിങ് ഗൗൺ റൗണ്ട്. അങ്ങനെ ഈ 4 റൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് Q&A എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഡിപ്പെൻഡിങ് അപ്പോൺ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് ആ പാനലിൽ അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കുറച്ച് നല്ല ചോദ്യങ്ങൾ. അതിൽ ഞാൻ GK ഒന്നും പഠിച്ചു പോയിട്ടില്ല. വെരി നോർമൽ ജെന്യുവൻ ക്വസ്റ്റ്യൻസ്. നമുക്ക് എങ്ങനെ പ്രതികരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നു അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റിസൾട്ട്സ്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഒരുപക്ഷെ അത്തരത്തിലേക്ക് കുറേ ജനറലായി നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൊക്കെ ഒരു പരിശീലനം നേരത്തെ എടുത്തിരുന്നു? ഉണ്ട്. ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു, കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് മിസ്സസ് വേൾഡിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ മിസ് വേൾഡിൻ്റെ വീഡിയോ, അങ്ങനെ കുറേ വീഡിയോസ്, ഇന്ത്യൻ പേജൻറ്റ് വീഡിയോസും എല്ലാം ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്നവരാരായിരുന്നു? ജഡ്ജിങ് പാനലിൽ ആക്ച്വലി ഫ്രം ഇതിൻ്റെ തന്നെ മിസ്സസ് വേൾഡിൻ്റെ ഹെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫേമസ് ഹെയർ സ്റ്റൈലിസ്റ്റ്, പിന്നെ നമ്മുടെ പൊളിറ്റീഷ്യൻ അപ്സര ഷെട്ടി ഫ്രം ചെന്നൈ, അങ്ങനെ കുറേ 3 വർഷം പഴയതാണ്. അതെ. അവർ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? എന്നോട് ചോദിച്ചു ഒരൊറ്റ ചോദ്യമല്ലോ, വാട്ട് ഈസ് ഫ്രീഡം ഫോർ യു? അതെനിക്കിപ്പോഴും മറക്കാൻ പറ്റും. ആ മറുപടി ഒന്ന് അന്ന് അവിടെ പറഞ്ഞതുപോലെ ഒന്ന് പറയാമോ? ഇപ്പോൾ അന്ന് പറഞ്ഞത് ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ട്, ഒരു പക്ഷി പറന്നു പോകുന്ന ഒരു ചിത്രം. ഇതാണ് എനിക്ക് ഫ്രീഡം. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ തോട്ടാണ്. നമ്മൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആളുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തേക്ക് അറിയണമെങ്കിൽ അവരെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടണം. സപ്പോർട്ട് ഡെഫിനറ്റ്ലി ചെയ്യണം. സപ്പോർട്ട് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അവരെ ഒരിക്കലും ഒരു 4 മൂല അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ പിടിച്ചിടാതെ ഇരുന്നാൽ വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി എന്നെ എവിടെയെങ്കിലും ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ മേജർ ഒരു കാരണമാണ് ഞാൻ ഇപ്പോൾ ഈ പ്രൊഫഷനിൽ നിൽക്കുന്നത് പോലും. കാരണം ഈ പ്രൊഫഷനിൽ എനിക്ക് മൂവ്മെൻറ്റ് നന്നായിട്ട് കിട്ടും, എനിക്ക് എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതാണ്. ഈ ടാറ്റു പണ്ട് മുതലേ കയ്യിലുണ്ടായിരുന്നോ? അതെ, ഇതൊരു 7 വർഷമായി. ശരി. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ ടാറ്റു ഞാൻ കാണിക്കുമെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു? അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല. ആ മൊമെൻറ്റിൽ എനിക്ക് പെട്ടെന്ന് നമ്മൾ എത്ര റെഫർ ചെയ്ത് പോയാലും, ഇപ്പം നേരത്തെ ചോദിച്ച പോലെ അത് റെഫർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മൊമെൻറ്റിൽ അത്രയും ലൈറ്റിൽ അത്രയും ഭംഗിയിൽ നിൽക്കുമ്പോൾ എനിക്കത് അങ്ങനെയൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഇതാണ് എനിക്ക് തോന്നിയത് പറയാൻ. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു, അതല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്നാണോ? അപ്പോൾ ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഐ ജസ്റ്റ് സെഡ് ദിസ് ഇസ് വാട്ട് ഫ്രീഡം ഇസ് ഫോർ മീ. സോ അവർ അടുത്ത ചോദ്യം എന്നോട് പറഞ്ഞ ഒന്ന് ഇലാബറേറ്റ് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞത്. ഐ ഡോണ്ട് ലൈക്ക് ടു ബി ടൈഡ് അപ്പ് ഓർ സ്റ്റക്ക് ഇൻസൈഡ് എ റൂം. ഐ വോണ്ട് ടു ബി ഫ്രീ ആൻഡ് ഐ വോണ്ട് ടു ഫോളോ മൈ പാഷൻ.
അതാണ് എനിക്ക് ഫ്രീഡം. എൻ്റെ സപ്പോർട്ട് മാത്രമേ എനിക്ക് വേണ്ടൂ. എനിക്ക് എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എനിക്ക് എൻ്റെ ഡിസിഷൻ എടുക്കാൻ ആരും വേണ്ട. അതാണ് എൻ്റെ ഫ്രീഡം. പിന്നീട് ഇപ്പോൾ ആ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? അത് ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ലല്ലോ. ഇല്ല, അത് ആക്ച്വലി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ്, വളരെ ആ ഒരു സമയത്ത് ഒരു മിക്സഡ് ഫീലിംഗാണ്. അതിൻ്റെ ബ്യൂട്ടി ഞാൻ അറിഞ്ഞത് ആക്ച്വലി ഞാൻ നാട്ടിൽ തിരിച്ചു വന്ന് ആൾക്കാരിലൊക്കെ ഇത് ഇൻഫർമേഷൻ എത്തുമ്പോൾ ഏറ്റവും അതിൽ നന്നായിട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞ ആ ഒരു മൊമെൻറ്റിലേക്കാട്ടിൽ എനിക്ക് സന്തോഷം തോന്നിയത് ഞാൻ എൻ്റെ മോൻ്റെ കൂടെ വന്ന് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ആക്ച്വലി ആ ഒരു ക്രൗണൊക്കെ വെച്ച് എൻജോയ് ചെയ്യാൻ. പക്ഷേ യെസ്, അതൊരു ഓവർ പോയിന്റ്, അതൊരു എന്താ നമ്മൾ പറയുക, ഒരു ഫീലിംഗ് മാത്രമാണ്. പിന്നെയാണ് ഞാൻ അതിലേക്കുള്ള ജേർണി കൂടുതൽ ഇറങ്ങി തുടങ്ങിയത്. അത് ഞാൻ ഇവിടുത്തെ എനിക്കാവാമെങ്കിൽ വൈ നോട്ട് അതർ സ്ത്രീകൾക്ക്, ഇവിടത്തുള്ള നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ആയിക്കൂടാ എന്നുള്ളൊരു തോട്ടിലാണ് മിസ്സസ് കേരള എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ തുടങ്ങിയത്, അത് ലോഞ്ച് ചെയ്തത്. അത് 2016 തന്നെ ആദ്യമായിട്ട് കേരള എന്ന മത്സരം തുടങ്ങി അല്ലേ? യെസ്, അങ്ങനെ അത് തുടങ്ങി. അപ്പോൾ അതെന്നായിരുന്നു എനിക്ക് കൂടുതൽ ഒരു എന്താ നമ്മൾ പറയില്ലേ, ഫ്രീഡം എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള ഒരു ആൻസർ എനിക്ക്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ആക്ച്വലി ആ ഒരു ഇവൻറ്റ് തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നതും എന്നെ തന്നെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയതും ആ ഒരു വഴിയിലാണ്. അപ്പോൾ ഇത് മിസ്സസ് കേരള എന്ന് പറയുന്ന ഒരു മത്സരം, അത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു മത്സരം തുടങ്ങാനിരിക്കുമ്പോൾ അത് അതിലൊരു വെല്ലുവിളി എന്ന് തോന്നിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പലപ്പോഴും കുടുംബത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, വീടിനുള്ളിൽ അവർക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മിസ്സസ് കേരള എന്നൊരു മത്സരം തുടങ്ങാൻ, അപ്പോൾ അതിന് ഇവരെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് മുതൽ തന്നെ ഒരു വലിയൊരു ഉത്തരവാദിത്വമായിരുന്നില്ലേ? അതെ, നമുക്ക് ടോട്ടൽ നമ്മളൊരു കൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 34 പേരൊക്കെയാണ് നമുക്കൊരു ഇതിൽ എത്താൻ പറ്റുള്ളൂ ഫിനാലയിൽ. സോ അതിൻ്റെ തുടക്കത്തിൽ എനിക്ക് തോന്നിയത് കുറേ പേര് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ അനൗൺസ് ചെയ്തു, രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഓരോരോ ഘട്ടത്തിലും എനിക്ക് ഓരോരോ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം തന്നെ എനിക്ക് വന്ന ചോദ്യങ്ങൾ, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക്. ലൈക്ക് ഇതിപ്പോൾ എത്ര ദിവസമായിരിക്കും, ആദ്യം ചോദിക്കുന്നതാണ് എത്ര ദിവസമായിരിക്കും. പിന്നെ വരുന്നത് കോസ്റ്റ്യൂം, എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും നമ്മൾ സ്റ്റേജിൽ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും, എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഞാനൊരു 1.5-2 മാസത്തോളം 45 ഡേയ്സോളം എല്ലാവരെയും എന്താ പറയുക, നമ്മൾ കൗൺസിൽ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിൽ. പക്ഷേ ഇതൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെയുള്ള ഒരുവിധം ലേഡീസ് മുഴുവനും ആ ഒരു കുറേ പേർക്കൊക്കെ അറിയാം, ദേ ആർ ഇൻഫോംഡ്. ദ ഓൺലി തിങ് ഈസ് അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല. അത് കുറേ പേരൊക്കെ നമ്മളിപ്പോൾ ഒരു 34 എന്ന് പറയുകയാണെങ്കിൽ അതിലൊരു 50% ഓഫ് ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ദ ഓൺലി തിങ് ഈസ് അതർ 50ക്ക് മാത്രമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം. പക്ഷെ അങ്ങനെ കുടുംബത്തിൽ നിന്ന് പുറത്ത് വരാൻ അവർക്ക് വിസമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? അവരൊക്കെ ഇല്ല, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു രീതിയായിരുന്നു. യെസ്, ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു ഇവൻറ്റ് നടത്തുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാത്തിനും അതിൻ്റേതായ ക്യൂറേഷൻ, പിന്നെ അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ആരെ കാണണം, എങ്ങനെ അതിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കണം, ഫണ്ടിങ്, ഫിനാൻഷ്യൽ സപ്പോർട്ട്സ്, അതൊക്കെ ഒരു ഭാഗമാണ്. പക്ഷെ അതിൻ്റെ പുറമെ ഇത്രയും സ്ത്രീകൾ ഇതിലേക്ക് ഫോർവേഡായി വന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ നോക്കണം. ഒരുപാട് സന്തോഷം തോന്നിയൊരു അവസരമാണത്. അപ്പോൾ അതിൽ ഇപ്പം നേരത്തെ പ്രിയദർശിനി പറഞ്ഞല്ലോ, പ്രിയദർശിനി ഇങ്ങനെ മിസ്സസ് ഇന്ത്യയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഗ്രൂം ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, സ്വയം ഒക്കെ ഒരുപാട് പഠിച്ചുമൊക്കെയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ ഇതിനൊക്കെ വേണ്ടിയുള്ളവരെ ഗ്രൂം ചെയ്യുക എന്നതൊക്കെ പ്രിയദർശിനി സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുക്കാറുണ്ട്. അതെ, ഞാൻ സ്വയം ചെയ്യാറുണ്ട്. ആദ്യം ഇപ്പം നമുക്ക് അവരെ നേരിട്ട്, ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരെയും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, കാരണം പേരൻസ് ആണ് അല്ലെങ്കിൽ ജോലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ ടെക്നോളജി വൈസ് നമ്മൾ കുറച്ചും കൂടി ഫോർവേഡ് ആയതുകൊണ്ട് ഐദർ നമ്മളൊരു വീഡിയോ കോളിംഗ്, അല്ലെങ്കിൽ കൂടുതലും ഞാൻ മെയിൽസ് വഴി അവരോട് ഇന്നത് കാര്യം ചെയ്യൂ, ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം. പിന്നെ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഐ വിൽ ബി അവൈലബിൾ ഓവർ ദ ഫോൺ ഓൾ ദ ടൈം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും, എന്നെ നേരിട്ട് വന്ന് കാണാം. അല്ല പ്യുവർലി ഇപ്പോൾ ഒരു പേജൻ്റ് ആണ് അവർ ആ ഇതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഡയറക്ട്ലി കം ദെയർ, എന്നെ നേരിട്ട് കണ്ട് വി വിൽ ഗ്രൂം ദം ഫോർ എ വീക്ക്, എന്നിട്ട് നമ്മൾ വിടും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ഈ ആദ്യത്തെ മിസ്സസ് കേരള മത്സരം അതെങ്ങനെയായിരുന്നു? അത് വലിയൊരു വെല്ലുവിളി ആദ്യമായി ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ വിജയമായി മാറുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ്. അതെങ്ങനെയായിരുന്നു? അതിലെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതൊരു വലിയൊരു
ആക്ച്വലി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി എന്താണോ അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എന്നെ നമ്മളൊരു സെൽഫായിട്ട് പഠിക്കുക എന്ന് പറയില്ലേ, ഒരു ബുക്കോ ഒരു ഗൈഡോ ഒരു മെൻറ്ററോ ഇല്ലാതെ ഞാൻ അത് ചെയ്തെടുത്തതാണ് ആ ഇവൻറ്റ്. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ആക്ച്വലി ആ ഇവൻറ്റ് പോയത്. പക്ഷേ ഒരുപാട് നല്ല രീതിക്കാണ് അത് വന്നത്. പറഞ്ഞോളൂ. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ നമ്മൾ ഇത്രയും ആൾക്കാർ വന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ, നേരത്തെ എന്നോട് പറഞ്ഞ പോലെ സ്ത്രീ എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് ഇവൻറ്റ് ക്യൂറേഷൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. സപ്പോർട്ട് ആദ്യമായിട്ട് വന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് സക്സസ്ഫുൾ. കുറേ പേരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് എവിടെയാണ് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെന്യൂ എവിടെ നോക്കി, ആരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കി, എങ്ങനെയൊക്കെ പോവും, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് യെസ്, ഗോഡ്സ് ഗ്രേസ് അത് നടന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ പിന്നീട് അതിന് ശേഷം ഒരുപാട് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അതായത് പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രോജക്റ്റുകളിലേക്ക് പോകുന്നു അല്ലേ. പിന്നീട് ഈ ഇവന്റ് ക്യൂറേറ്റർ എന്ന് പറയുന്നത് അതെന്താണ് ശരിക്കും? നമ്മളിപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ട്, ഇവന്റ് മാനേജർമാർ എന്ന് കേട്ടിട്ടുണ്ട്. ഇവന്റ് ക്യൂറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് സാധാരണഗതിയിൽ പുരുഷന്മാരാണ് അങ്ങനെയുള്ള ജോലി ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള കേരളത്തിലെ ഏക വനിത ആണ് പ്രിയദർശിനി. ഇവന്റ് ക്യൂറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇവൻറ്റ് ക്യൂറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ നേരത്തെ കൂട്ടിയിട്ട് ഇപ്പോൾ നമുക്ക് മിസ്സസ് കേരളയുടെ സ്റ്റാർട്ടിംഗ് എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ മിസ്സസ് കേരള ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിത് എല്ലാം ഒറ്റയ്ക്കാണ് പഠിച്ചുണ്ടാക്കിയത്. ഇതിന് കുറേ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇവൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പരിപാടി കാണാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ കുറേ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ എല്ലാ രീതിക്കും, ഇപ്പോൾ മാരേജ് ആണെങ്കിലും ഒരു ഇവൻ്റ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൾക്കാരിലെത്തുമ്പോൾ അതൊരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഇവൻറ്റ് ക്യൂറേഷൻ ആണ് ഇതിൻ്റെ ബാക്ക് എൻഡ് വർക്ക്. ഈ ഒരു ക്ലയൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡോ അല്ലെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യുന്ന എൻ്റെ ക്ലയൻറ്റ് ആദ്യം പറയുന്നത് അവരുടെ ബ്രാൻഡിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കണം. അവിടെ നിന്നാണ് നമ്മുടെ ജോലി ആക്ച്വലി തുടങ്ങുന്നത്. അതിൽ നിന്ന് ആക്ച്വലി നമ്മൾ ആദ്യം അവർക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളത് കൺസീവ് ചെയ്തിട്ട് ചെറിയ രീതിക്ക് തന്നെ തുടങ്ങണം. ഇതിൻ്റെ മാർക്കറ്റിംഗ് ടൂൾസ് നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് മനസ്സിലാക്കണം, ഇതിനെ എങ്ങനെയൊക്കെ മുമ്പിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ഈ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യവും ഒബ്ജക്റ്റീവും മാർക്കറ്റിങ്ങിൽ വന്നിട്ട് വേണം ഇതിൻ്റെ. എന്നാൽ ഈ ഇവൻറ്റിൻ്റെ ബ്യൂട്ടി അത് പുറത്തേക്ക് പോകാനും പാടില്ല. നല്ല രീതിക്ക് ഒരു ബാലൻസ്ഡ് ആക്കി ഇതിനെ ക്യൂറേറ്റ് ചെയ്ത് കൊടുന്നിട്ട് മാത്രമേയാണ് നമുക്കൊരു ഇവൻറ്റ് മാനേജേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി ഒരു ഗൈഡ്, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കോ ഒരു ഗൈഡോ ഉണ്ടാവും നമ്മുടെ കയ്യിൽ അല്ലേ, ഇങ്ങനെ പഠിക്കാം. അതുപോലെ നമ്മൾ ഇതിൻ്റെ ബേസ് വർക്കൊക്കെ കഴിഞ്ഞ് ഇതിങ്ങനെയൊക്കെ ചെയ്യണം, ഇന്ന ടൂൾസാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, ഇന്ന ആസ്പെക്ട്സിൽ ഇതാണ് ഇതിൻ്റെ കോസ്റ്റിംഗ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളൊരു ഇവൻറ്റ് മാനേജേഴ്സിന് കൊടുത്തു കഴിയുമ്പോൾ അവരതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫൈനൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതാണ് ഒരു ഇവൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ആ ഇവൻറ്റിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ അതിൻ്റെ അൺസക്സസ്ഫുൾനെസ് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് ഒന്ന് നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഇത് മുഴുവനും ഫ്ലോപ്പ് ആവും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ എപ്പോഴും ചെയ്യാറില്ല, നമ്മുടെ ക്ലയൻറ്റിൻ്റെ പ്രയോറിറ്റി എപ്പോഴും മുമ്പിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അതിലാണ് നമ്മൾ പറയുന്ന എല്ലാ ടൂൾസും, ഇപ്പോൾ മാർക്കറ്റിംഗ് ടൂൾസ്, ഫിനാൻഷ്യൽ ടൂൾസ്, ക്യാമ്പയിൻ ടൂൾസ്, ഗസ്റ്റ് ലിസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ക്യൂറേഷനിലാണ് വരുന്നത്. എക്സിക്യൂഷൻ അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ദ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഒരു ഇവൻറ്റിൻ്റെ. അതാണ് ഞാൻ ചെയ്യുന്നത്. എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നല്ലേ? ഇത് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഒരു പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പരീക്ഷ എഴുതില്ലേ, ആ ഒരു കമ്പാരിസണിൽ നമുക്ക് നോക്കിയാൽ അത്തരത്തിൽ ഈ ഇവന്റ് ക്യൂറേഷൻ എന്ന് പറയുന്നതും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ തന്നെയാണോ കൂടുതലും കൂടുതലും എൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പാഷൻ ഇസ് ടുവേർഡ്സ് ഈ ഇവൻറ്റ് അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഫാഷൻ പ്രോജക്ട്സ് ആണ്. ദാറ്റ് ഡസൻ മീൻ ഞാൻ അത് മാത്രമാണ്. അതിൻ്റെ പുറമെ കോൺഫറൻസസ്, കോൺക്ലേവ്സ്, ആ ബ്രാൻഡിന് എന്താ ആവശ്യമുള്ള വെച്ചാൽ കൂടുതലും അതാണ് ചെയ്യാറ്. ഒരു ക്രൈറ്റീരിയ പറഞ്ഞാൽ സ്ത്രീകളിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ റിലേറ്റഡ് ടു ഇവൻറ്റ്സ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായി എറണാകുളത്ത് നടന്ന ഈ ഉന്നതി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ബിസിനസ് മീറ്റ് അല്ലേ, അതിന്റെ ക്യൂറേറ്റർ കൂടിയായിരുന്നു പ്രിയദർശിനി. അതെ അതെ, ഞാനായിരുന്നു. അപ്പൊ അതിന്റെ ആ തുടക്കം മുതലുള്ള ഐഡിയ എല്ലാം ഫോം ചെയ്ത് അതെങ്ങനെ നടത്തണം എന്നൊക്കെയുള്ള അതെല്ലാം
അതെ. പ്രിയദർശിനിയുടെ സംഭാവനയായിരുന്നു. അതെ മാഡം, അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവർ ഇപ്പോൾ ഫൗണ്ടർ ചെയർപേഴ്സൺ ബിന്ദു മാഡം ഉണ്ട്. അവരാണ് അത് നമ്മളോടൊന്ന് ഷെയർ ചെയ്തു എന്നോട് വിളിച്ചിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് അത് എങ്ങനെ ആ സ്റ്റേജിൽ എത്തിക്കാം എന്നുള്ള വരെയുള്ള യാത്ര അല്ലെങ്കിൽ ആ പ്ലാൻ ഞാനാണ് തയ്യാറാക്കുന്നത്. അതാണ് ക്യൂറേഷൻ. അപ്പൊ ഇത് പുരുഷന്മാരാണല്ലോ, അതിപ്പോ എറണാകുളത്ത് ബേസ് ചെയ്ത് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴും അതും ഒരു വലിയൊരു ചാലഞ്ചാണ്. പുരുഷന്മാർ ഉള്ളൊരു മേഖലയിൽ ഇങ്ങനെ ഒരു സ്ത്രീയായി പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ക്യൂറേറ്ററായി? കുറച്ചുണ്ട്, പക്ഷെ അവരൊക്കെ സപ്പോർട്ടീവാണ്. നമ്മുടെ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. ഉണ്ട് ഒരു പെർസെൻറ്റേജ്. 25% ഓഫ് ആൾക്കാർ നെഗറ്റീവ് പറയിച്ചിട്ട്, ബട്ട് ദർ ആർ 75% ഓഫ് പീപ്പിൾ ഹവ് സപ്പോർട്ടഡ് മീ. ഇപ്പം പുരുഷന്മാർ എന്ന് പറയുന്നത് അവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് കിട്ടിയിട്ടില്ല. കുറച്ചൊക്കെ ഉണ്ടാവും, ദാറ്റ്സ് പാർട്ട് ആൻഡ് പാർട്ട് ഓഫ് ഇറ്റ്. അത്രേ ഞാൻ നോക്കാറുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ എന്താണ് ഒരു ഇവൻറ്റ്സ് ക്യൂറേഷൻ എന്ന് ആൾക്കാർക്ക് ഇവിടെ മനസ്സിലായി തുടങ്ങിയിട്ടില്ല. ഫോറിൻ കൺട്രീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് മെട്രോസിലൊക്കെ ഭയങ്കര ആക്റ്റീവായ ഒരു പ്രൊഫഷനാണ് ഇവൻറ്റ്സ് ക്യൂറേഷൻ. അത് നമ്മുടെ ഇവിടേക്ക് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റേതായ ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ എന്താണ് ചെയ്യുന്നത്. അപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലേ എന്നാണ്. That's okay. അത് as time goes we can educate people and do it. പിന്നെ ഏറ്റവും ഒടുവിലായി ന്യൂട്രീഷനിസ്റ്റ് കൂടിയാണ് പ്രിയദർശിനി. ഇപ്പം അത് പൂർണ്ണമായും മറന്നോ? ഇല്ല, ഞാൻ ഇപ്പോഴും എഴുതാറുണ്ട്, ബുക്സിന് ഇൻ്റർവ്യൂസ് കൊടുക്കാറുണ്ട്, അങ്ങനെയുള്ളൂ. പക്ഷെ ഞാൻ കൺസൾട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രം. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളപ്പോൾ ഐ ഡോണ്ട് ബിലീവ് ഞാൻ വേറൊരാൾക്ക് കൺസൾട്ട് ചെയ്യാൻ പാടുന്നു. ദാറ്റ്സ് ദി ടീച്ചിങ്സ് ഞാൻ ചെയ്യാറ്. പക്ഷേ എഴുതാറുണ്ട്. ഇൻഫർമേഷൻസ് എപ്പോഴും എന്നെ ആര് വിളിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ല, അപ്പം ഈ ഒരു നമ്മുടെ ആധുനിക ജീവിതത്തിലൊക്കെ ജങ്ക് ഫുഡ് കഴിക്കുന്നു, അതുപോലെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ മുതൽ നേരിടുന്നൊരു സമൂഹത്തിലൊക്കെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ സഹായം എല്ലാവർക്കും വേണ്ടതാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാതെയുള്ള പ്രവർത്തനങ്ങൾ അതല്ലേ കുറെ കൂടി വേണ്ടത്? നമ്മുടെ സമൂഹത്തിന് വേണ്ടി അത്തരത്തിൽ കൂടി പ്രിയദർശിനിക്ക് ചെയ്യാനുണ്ടല്ലോ. അതെ, ന്യൂട്രീഷനിസ്റ്റ് ഒരിക്കലും ഞാനത് നിർത്തി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലല്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ എല്ലാവരുടെയും ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഹെൽത്ത് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒരിക്കലും നേരെയാക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. ഈ ലൈഫ് സ്റ്റൈൽ നേരെയാക്കാൻ നമുക്ക് ഒരുപാട് ചിലവുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് ആക്ടിവിറ്റി വേണം, ഭക്ഷണം നല്ല രീതിക്ക് കഴിക്കണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡെയിലി കൂടുതലും നമ്മൾ ഈ യൂട്യൂബ് നോക്കുന്നു, ആ ഒരു ചാനൽ നോക്കുന്നു, അങ്ങനെ നോക്കി നമ്മൾ കുറേ ഡയറ്റുകൾ കൊണ്ടുവരുന്നു. കുറേ ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നു. ചിലരുടെ അത് ഫ്ലോപ്പ് ആവും, 2 ദിവസം കഴിഞ്ഞാൽ അത് വിടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഹോളിസ്റ്റിക് രീതിയിൽ വളരെ നോർമൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് ചെറുതായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും വളരെ നന്ദി 24 സ്ത്രീയിൽ പങ്കെടുത്തതിന് പ്രിയദർശിനി. ഇനിയും കൂടുതൽ പ്രോജക്റ്റുകൾ ഇതുപോലെ തന്നെ വിവാഹിതരായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ വേണ്ടി അവരെയൊക്കെ മുൻനിർത്തി കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുകയാണ്. വീണ്ടും മറ്റൊരു അതിഥിയുമായി നാളെ കാണാം. നമസ്കാരം. You are watching 24 from News Headquarters, Kochi. ഇന്നത്തെ പ്രത്യേക